കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയി ഇന്നലെ ലോകത്തോട് വിട പറഞ്ഞു. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ റെയ്ഡിനെ തുടർന്ന് ഇന്നലെ ബാംഗ്ലൂർ അശോക നഗർ പരിശോധന നടത്തുകയും CJ റോയിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് ഒരുപാട് രേഖകളൊക്കെ പിടിച്ചെടുക്കേണ്ടി വന്നു. ഒരുപാട് സ്ഥാപനത്തിൻ്റെ ഉടമയാണ് CJ റോയി. സ്വന്തമായിട്ട് റിവോൾവർ എടുത്ത് നെഞ്ചിലേക്ക് വെടിവെക്കുകയുമാണ് ചെയ്തത്. CJ റോയി അവസാനമായിട്ട് അഭിമുഖം നടത്തിയ അതൊന്ന് കേട്ടു നോക്കാം. 12 മണി കഴിഞ്ഞ് ഉറങ്ങും. ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുകയും CJ റോയി മുകളിലേക്ക് പോയി അതിൻ്റെ രേഖകൾ എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെടുകയും രേഖകൾ എടുക്കാനായിട്ട് പോവുകയും പിന്നെ അതിനുശേഷമാണ് ഈ വെടിവെക്കുന്നതിൻ്റെ ഒച്ച കേട്ട് ഉദ്യോഗസ്ഥർ വന്ന് നോക്കി എന്നാണ് പറയുന്നത്. ഈ മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് പോലും അവിടെ ഈ ഉദ്യോഗസ്ഥർ പരിശോധന തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത ഈ മലയാളി വ്യവസായി CJ റോയിയുടെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ബംഗളൂരു പോലീസ്. CJ റോയിയുടെ ഞെട്ടിക്കുന്ന ആത്മഹത്യ, അതിന്റെ ആ വിയോഗ വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് സ്വാഭാവികമായിട്ടും മലയാളികളെ പോലെ തന്നെ ബംഗളൂരു നഗരവും മുക്തരായിട്ടില്ല. അതായത് അത്രയധികം മേഖലകളിൽ കൈവച്ച ഒരു വ്യക്തി, നിരവധി ആളുകളെ സഹായിച്ച വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഇങ്ങനെ അകാലത്തുള്ള വിയോഗം അത് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ഈ ബൗറിംഗ് ആശുപത്രിക്ക് മുൻപിലാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ ആരംഭിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിൽ, കോറമംഗലയിലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി അവിടെ പൊതുദർശനം വയ്ക്കും. ഉച്ചവരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നിലവിലെ അറിയിപ്പ്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. അതിന്റെ സമയക്രമം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു ജോസഫ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബൗറിംഗ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം ഏതായാലും ഇപ്പോൾ അവസാനമായി ഈ CJ റോയിയെ കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് CJ റോയിയുടെ സഹോദരൻ പ്രതികരിച്ചു. അപ്പം അതൊന്ന് കേൾക്കാം. അവരാരും വിചാരിക്കാത്ത ഒരു മരണമാണ് ഇത്. കുറച്ച് ദിവസം കൊണ്ട് CJ റോയിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവരുടെ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. തലേ ദിവസം കൂടി, ഇന്നലെയാണ് മരിക്കുന്നത്, തലേ ദിവസം കൂടി വിളിച്ചതേ ഉള്ളായിരുന്നു, രാവിലെ കാണാം എന്നൊക്കെ പറഞ്ഞതാണ്. സംസാരിച്ചിരുന്നു. അല്ല, അവരും അത് തന്നെ പറഞ്ഞ. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇതുപോലെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ആൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോയെന്നറിഞ്ഞപ്പോൾ, വിട പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ജനങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ബംഗളൂരുവിലായിരുന്നാൽ തന്നെയും അവിടെയൊക്കെ ഉള്ള ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ CJ റോയി ഐഡിയ സ്റ്റാർ സിംഗറിൽ ഇത്രയും വലിയ ഒരു ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഉയർച്ചയിലേക്ക് പോവുകയും പിന്നെ അതുപോലെ ബിഗ് ബോസിലായിരുന്നാലും ഇപ്പോഴത്തെ ഈ സീസൺ 7 ബിഗ് ബോസിൽ അനുമോൾ വിന്നറായപ്പോൾ തന്നെ റോയി ഇവിടെ വെച്ച് ആ ലാസ്റ്റ് ദിവസം നമുക്ക് കാണാൻ പറ്റി. ഐഡിയ സ്റ്റാർ സിംഗറിൽ സ്പോൺസറായിട്ട് വന്ന് അതിൽ കൂടിയും ഉയരങ്ങളിലേക്ക് എത്തുകയും ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടി ഉയർത്തുകയും 36-ാമത്തെ വയസ്സിൽ
ഫ്ലൈറ്റ് സ്വന്തമാക്കി. ഇതെല്ലാം ചെയ്ത ഒരു മനുഷ്യനാണ്. അതുപോലെ ഒരുപാട് പേരൊക്കെ ഇതുപോലെ സഹായങ്ങൾ ചെയ്യുകയും പിന്നെ ബിഗ് ബോസ് സീസൺ 7 അനീഷിന് 10 ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പാണ് കൊടുത്തത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വാരിയെല്ല് തകർത്ത് വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചു കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മൃതദേഹം ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ബന്നാർഘട്ടയിലാണ് സംസ്കാരം. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിൽ പരാതി നൽകി. കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. CJ റോയ് ഫുക്കറ്റിൽ തായ്ലാന്റിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വൈകിട്ട് 3:30 കൂടി ഈ മരണ വിവരം അറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. CJ റോയുടെ ഭാര്യയും 2 മക്കളും ദുബായിലാണ് ഉണ്ടായിരുന്നത്. അവരിപ്പോൾ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ബംഗളൂരിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ മോർച്ചറിയിലേക്ക് വന്ന് മൃതദേഹം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനി 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അദ്ദേഹത്തിന്റെ ഈ CJ ബാബുവിന്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സമീർ അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ CJ ബാബു അവിടെ എത്തിയത്. അദ്ദേഹം ഈ സംഭവം നടക്കുന്ന സമയത്തൊക്കെ തായ്ലാന്റിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് അടക്കം എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നായിരുന്നു ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് ശത്രുക്കളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമുനയിലേക്കൊക്കെ എത്തുമ്പോൾ എന്തുകൊണ്ട് ആത്മഹത്യ? ശത്രുക്കളും ഒന്നുമില്ല, നികുതി അടയ്ക്കാനില്ല എന്നൊക്കെയാണ് പറയണത്. സഹോദരൻ പറയുന്ന വാക്കുകളാണ്. ഒന്നുമില്ല, കടമായിട്ട് ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ റെയ്ഡ് നടന്നത്? നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം 10 മണിക്ക് നടക്കുമെന്ന് അറിയാൻ കഴിയുന്നു. അതിനുശേഷം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുക. അതിനുശേഷമായിരിക്കും ബംഗളൂരുവിൽ തന്നെ സംസ്കാരം നടക്കുക. അതിനിടയിൽ പൊതുദർശനം അടക്കമുണ്ട്. സമീറ, എന്തിന് എന്ന ചോദ്യമാണല്ലോ ആദ്യഘട്ടം മുതൽ ഉയരുന്നത്. റോയിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത്രമാത്രം കോൺഫിഡൻസ് ഉള്ള ആളായിരുന്നു. പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചെത്തിയ ആളായിരുന്നു. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ആളെന്തായാലും മരണപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് ഇനി തുടരും എന്നാണ് പറയുന്നത്. റെയ്ഡ് എന്തായാലും നിർത്താൻ പോണില്ല. സ്വന്തമായി സഹോദരൻ പറയുന്നുണ്ട് ഒരു ഗൺ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത് ലൈസൻസ് ഉള്ളതായിരുന്നു. കസേരയിൽ ഇരുന്നു കൊണ്ട് നെഞ്ചിൻ്റെ ആ ഭാഗത്തോട്ടായിട്ട് വലത് കൈ കൊണ്ട് വെച്ചതായിട്ടൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. തുളച്ചങ്ങ് അകത്ത് കയറി, പക്ഷേ വെളിയിൽ വന്നില്ല. തുളച്ച് ഇപ്പുറം വെളിയിൽ വന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഇത്രയും കോടീശ്വരനായ ഒരാൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഫ്ലൈറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടോ കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടോ എന്താണ് അവസ്ഥ? ഇതല്ലേ മനുഷ്യൻ്റെ കാര്യം. ഇലക്ഷനായി വരുന്നത് കൊണ്ട് ആയിരിക്കും റെയ്ഡ് കൂടുതൽ അങ്ങോട്ട് സ്പീഡിൽ തുടങ്ങിയത്. ഇലക്ഷനായി വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത്. എന്തായാലും ആ മനുഷ്യൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കി.